എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ വയനാട് ജില്ലയിലെ കൽപ്പറ്റയിലാണ് ഉള്ളത്. കൽപ്പറ്റയിൽ നമുക്കറിയാം, മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായി നിരവധി പേർ മരണത്തിന് കീഴടങ്ങി. ആ കുടുംബത്തിൽപ്പെട്ട എല്ലാവർക്കും വീട് നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു സ്ഥലമാണ് കൽപ്പറ്റയിലെ ഈ പ്രദേശത്തിന്റെ പേരെന്തായിരുന്നു ഷംസുക്ക? കൽപ്പറ്റ ബൈപ്പാസിനോടടുത്ത് കൽപ്പറ്റ ടൗണ്. അപ്പം ടൗണിലാണ്. ഇവിടെ ഓരോ വീടിന്റെയും പണി ഇങ്ങനെ പൂർത്തിയാവുന്ന ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്ത് എനിക്ക് 410ഓളം വീടുകളാണ് ഇവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാളെങ്കിൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഇതിന്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത്. നിരവധി പേർ ഈ വീട് നിർമ്മാണം കാണാൻ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിന്റെ ഈ പ്രദേശത്തുകാരനായ പൊതുപ്രവർത്തകനായ ശ്രീ ഷംസുദ്ദീൻ അരപ്പറ്റ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പൊതുപ്രവർത്തകനാണ് അദ്ദേഹം ഇതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കും. ഇപ്പോ എത്ര വീടാണ് ഇവിടെ നിർമ്മാണത്തിലുള്ളത്? അതായത് ഇപ്പൊ നിലവിലുള്ളത് 410 വീടുകളാണ് ഇവിടെ നിർമ്മാണത്തിലുള്ളത്. 410. ഇപ്പൊ ഇതിൽ എന്താ വിഷയം എന്ന് വെച്ചാല്, ഈ കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഒക്കെ ആളുകൾ പൊതുസമൂഹം മൊത്തത്തിൽ CMDRF ഫണ്ടിലേക്ക് ലഭിച്ച 770 കോടി 76 ലക്ഷം രൂപയാണ് CMR ഫണ്ടിലേക്ക് കിട്ടിയത്. ആ ഫണ്ടിലേക്ക് കിട്ടിയത് അതെന്ത് ചെയ്തു എന്നാ ചോദിക്കുന്നത്. ഇവിടെ അവർക്ക് വേണ്ടി ആ ഫണ്ട് ഫുള്ള് വിനിയോഗിക്കുന്ന രീതിയാണ് ഇവിടെ കാണുന്നത്. നമ്മൾ വന്നാല് ഇപ്പൊ നമുക്കറിയാം, അതിൽ 351 കോടി രൂപ ഉപയോഗിച്ച് ടൗൺഷിപ്പ് വരിക. ഈ ടൗൺഷിപ്പിന് മൊത്തം ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 351 കോടി രൂപയാണ്. ജനുവരിയോടുകൂടി ഘട്ടം, അതായത് ഫെബ്രുവരിയിൽ നമ്മൾ 170ഓളം വീടുകൾ ഇപ്പോൾ ഈ മാസം തീരുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, അടുത്ത മാസം അതായത് ഫെബ്രുവരിയിൽ തുടങ്ങുമെന്നാണ് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. പിന്നെ 402 കുടുംബങ്ങളെയാണ് വീടും സ്ഥലവും നഷ്ടമായ സർക്കാർ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവർക്കാണ് ടൗൺഷിപ്പിൽ എന്ത് ചെയ്യുക, വീട് വെച്ച് നൽകുക. ടൗൺഷിപ്പ് വീടുകൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ലീഗിന് സന്നദ്ധ സംഘടനകളൊക്കെ വീടുകൾ ആവശ്യപ്പെട്ടിട്ട് 107 കുടുംബങ്ങൾ ഇവിടുന്ന് എന്ത് ചെയ്തു, മാറ്റി പാർപ്പിച്ചു. അവര് ഇതിൽ നിന്ന് മാറി. അതായത് ഈ ഇൻസിഡന്റിൽ പെട്ട ആളുകൾ തന്നെ 107 കുടുംബങ്ങൾ സർക്കാരിന്റെ സ്ഥലവും വീടും വേണ്ട, ഞങ്ങൾക്ക് സംഘടന തരുന്ന സ്ഥലവും വീടും, അവർക്ക് 15 ലക്ഷം രൂപ വീതം കൊടുത്തത് മാത്രമല്ല 2 മാസത്തെ വാടകയും. ഇപ്പൊ ഇതിൽ നമ്മൾ പറയേണ്ടതെന്ന് വെച്ചാൽ, ഈ 18 മാസമായിട്ട് സർക്കാർ വാടക കൊടുക്കുക കേട്ടോ. അതിൽ അവര് 15 ലക്ഷം രൂപയോ അതേപോലെ 15 ലക്ഷത്തോടൊപ്പം 2 മാസം വാടക അവർക്ക് നൽകി. 16 കോടി രൂപയാണ് സർക്കാർ എന്ത് ചെയ്ത് ചെലവഴിച്ചത്. ഇനി എന്താണ് ടൗൺഷിപ്പ്, കുറച്ച് വീടുകൾ മാത്രം അവിടെ വെച്ച് നൽകുകയല്ല സർക്കാർ ചെയ്യുന്നത്. ഇവിടെ ഈ സ്ഥലത്ത്, ഈ ഭൂമിയിൽ ഹെൽത്ത് സെന്റർ, അങ്കലവാടി, സ്കൂള്, അങ്ങനെ ഒരു പുതിയ ടൗൺ തന്നെ കെട്ടിപ്പടുക്കുക. അതായത് എങ്ങനെയാണോ അവിടുത്തെ ആളുകൾ ജീവിച്ചത്, ഒന്നിച്ച് ഒരുമയോടുള്ള ജീവിതമായിരുന്നു മുണ്ടക്കയിലെ ആളുകൾ. സ്വാഭാവികമായിട്ട് കളിച്ചും ചിരിച്ചും ഒന്നിച്ചും അവരുടെ ദീനാദിനങ്ങളൊക്കെ പങ്കുവെച്ച് അവർ വലിയ ഒരു സമ്പ്രദായമാണ് അവരത്. അതേപോലെ കൃത്യമായി സർക്കാർ എന്ത് ചെയ്യാണ്, അവർ പറിച്ചു നടുകയാണ്. ആ 410 കുടുംബം ഒരേ റൊട്ടേഷൻ കണ്ടില്ല. അവർക്ക് മുഖത്തോട് മുഖം നോക്കി നിൽക്കാൻ പറ്റുന്ന, അങ്ങോട്ട് രാവിലെ എഴുന്നേറ്റാൽ എങ്ങനെയാണോ അവർ മുഖം നോക്കി എങ്ങനെ ഇരുന്ന് അതേപോലെ തന്നെ മുഖത്തോട് നോക്കി നിൽക്കുന്ന ഒരു സമ്പ്രദായമാണ് അവർക്ക് സർക്കാർ സംവിധാനം ചെയ്യും. ഇങ്ങനെ പുതിയ ടൗൺ തന്നെ കെട്ടി 410 റെസിഡൻസ്, പൊതു കെട്ടിടങ്ങൾ, റോഡുകൾ, ജലവിതരണം, മലിനജല സംവിധാനങ്ങൾ, വൈദ്യുതി അടിസ്ഥാന സൗകര്യങ്ങൾ, ലാൻഡ്സ്കേപ്പിംഗ് എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടിയന്തരമായി സർക്കാർ എന്ത് കൊടുത്തു നോക്കാം. ആദ്യം 10,000 രൂപ കൊടുത്തു. 1032 കുടുംബത്തിനാട്ടോ, ഈ 410 അല്ലേ, 1432 കുടുംബങ്ങൾക്കാണ് ഈ 10,000 രൂപ വെച്ചെടുത്ത്. ഇതിനായി സർക്കാർ ചെലവഴിച്ചത് 1,30,00,000 രൂപ അതിന് ചെലവഴിച്ചു. പിന്നെ മരിച്ചവരുടെ ആശ്രിതർക്ക് കേരള സർക്കാർ 6 ലക്ഷം രൂപ കൊടുത്തു. പിന്നെ ക്യാമ്പുകളിൽ നിന്നും ഈ ആളുകളെ വാടക കെട്ടിടത്തിലേക്ക് മാറ്റി. അവർക്ക് ഇപ്പോഴും സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്ന വാടക 6,000 രൂപ വീതമാണ് വാടകയായി നൽകുന്നത്. 553 കുടുംബങ്ങളുടെ വാടകയാണ് സർക്കാർ നൽകി വരുന്നത്. ഇനി മേപ്പാടി പഞ്ചായത്തിൽ പൊതുരാമത്വ വകുപ്പ്, വാട്ടർ അതോറിറ്റി, KSEB എന്നീ മുഖേന പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. അതിനുവേണ്ടി 322.94 കോടി രൂപയുടെ ഭരണാനുമതി സർക്കാർ നൽകിയിട്ടുണ്ട്. അവിടെയുള്ള ദുരിതബാധിതരുടെ ജീവിതമാർഗം തൊഴിലുറപ്പ് തീരനുസരിച്ച് 300 രൂപ വീതം, അതായത് ഈ ഇൻസിഡന്റ് സംഭവിച്ച അന്ന് മുതൽ ഒരു കുടുംബത്തിലെ തൊഴിലെടുക്കുന്ന ഒരു കുടുംബത്തിലെ 2 ആൾക്ക് 300 രൂപ വെച്ച്, 2 പേർക്ക് 300 രൂപ വെച്ച് സർക്കാർ. ഇനി അവിടെ കിടപ്പ് രോഗികളുണ്ടെങ്കിലോ, സ്വാഭാവികമായിട്ട് ഒരുപാട് രോഗികളൊക്കെ ഉണ്ടായാലോ, കിടപ്പ് രോഗികളുണ്ടെങ്കിൽ 300 രൂപ അവർക്കും നൽകി. ഇതിനു വേണ്ടി സർക്കാർ ചെലവഴിച്ചത് 9,72,00,000 രൂപ. പിന്നെ
ഈ ഭൂമിയുടെ തർക്കം ഓരോരുത്തർക്കും അറിയുന്ന ഈ ഭൂമി ഉണ്ടായത്. അതായത് ഇത് എൽസൺ എസ്റ്റേറ്റിന്റെ ഭൂമിയാണ്. അത് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് തരാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. സർക്കാരും കോടതിയിൽ പോയി, അവനും കോടതിയിൽ പോയി. സ്വാഭാവികമായിട്ട് കോടതിയിൽ ഒരുപാട് കാലത്തെ സർക്കാർ കോടതിയിൽ പോയി, ഹൈക്കോടതി പോയി, സുപ്രീം കോടതി വരെ പോയ ഒരു കേസായിരുന്നു, പൊതുജനങ്ങൾക്ക് അറിയുന്ന കേസാണ്. ആ കേസിൽ ആ ഭൂമിക്ക് അന്ന് കെട്ടിവെച്ചത് 48.5 കോടി രൂപ, 48 കോടി 50 ലക്ഷം രൂപയാണ് ഈ സ്ഥലത്തിന് സർക്കാർ കോടതിയിൽ കെട്ടിവെച്ചത്. ഇത്രയും കരുത. പിന്നെ അവസാനം നമുക്കറിയാം, ഈ ലാസ്റ്റ് നമുക്കറിയാം ഇപ്പോൾ മിനിഞ്ഞാന്നുണ്ടായ സംഭവം. ഇവിടെ രാജ മിനിസ്റ്ററും അതേപോലെ കലക്ടറും ഒക്കെ സന്ദർശിച്ച മിനിഞ്ഞാന്ന് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഈ പാവപ്പെട്ട മുണ്ടക്കൈ ദുരിതബാധിതരുടെ കടങ്ങൾ മുഴുവൻ, ഏതൊക്കെ ബാങ്കിലെ കടങ്ങളുണ്ടോ ആ ദുരിതബാധിതരായ മുഴുവൻ കടങ്ങളെ 18 കോടി രൂപയാണ് സർക്കാർ എന്ത് ചെയ്ത് എഴുതി തള്ളിയത്. ഇത്രയും കരുതലുള്ള ഒരു സംവിധാനത്തെ എങ്ങനെയാണ് നമുക്ക് മോശമായി ചിത്രീകരിക്കാൻ വയ്യ? എങ്ങനെയാണ് സർക്കാരിനെ കുറ്റപ്പെടുത്താൻ? പ്രതിപക്ഷങ്ങളൊക്കെ എന്ത് കണ്ടിട്ടാണ് ഈ സർക്കാരിനെ കുറ്റപ്പെടുത്തി ഈ സംവിധാനത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്ന് നമുക്കൊന്നും അറിയില്ല. എന്തായാലും അത്രയും കരുതലാണ്. അതായത് ഈ മുണ്ടക്കൈ ചൂരമല താമസിക്കുന്ന ആളുകളുടെ മനസ്സിൽ ഒരു വലിയ കാരുണ്യത്തിന്റെ പരവതാനിയാണ് എന്ത് ചെയ്ത് സർക്കാർ വിരിച്ചിരിക്കുന്നത്. അവർക്ക് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും അവർക്ക് ഇനി അത് കഴിഞ്ഞോ? ഇനി കഴിഞ്ഞില്ല. അവർക്ക് ജീവനോപാധികളുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, ഇവിടെ റോഡുകൾ വരുന്നുണ്ട്, എല്ലാ സംവിധാനം. അതായത് അവര് മുണ്ടക്കൈ അനുഭവിച്ചതിനേക്കാളും കൂടുതൽ സൗകര്യങ്ങളോട് കൂടും. മുണ്ടക്കൈ എന്താണ് മേപ്പാടി നിന്ന് 13 കിലോമീറ്റർ ഉള്ളോട്ട് പോയിട്ടുള്ള സ്ഥലമാണ് ഇതൊക്കെ. പക്ഷെ അവിടെ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സ്കൂൾ ഉണ്ടായിരുന്നു, റോഡ് ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. ആ സംവിധാനം അതേപടി കൽപ്പറ്റ ടൗണിന്റെ ഹൃദയഭാഗത്ത് സർക്കാർ ഒറ്റ ഇത്രയും കാരുണ്യം കാണിക്കുന്ന, അല്ലെങ്കിൽ ഇത്രയും സംവിധാനം ഒരുക്കുക ലോകത്തില് ടൗൺഷിപ്പ് ഒരു മാതൃകയാണ്. അതാണ് ഈ ടൗൺഷിപ്പിനെ കുറിച്ച് പറയുന്നതോ ലോകത്തിന് മാതൃകയാണ്. ഇത്ര ഇൻസിഡന്റ് ഒരുപാട് സ്ഥിതി ഇന്ത്യ അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലൊക്കെ എന്തൊക്കെ സംവിധാനം. ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇതേപോലത്തെ കൃത്യമായിട്ട് എല്ലാ ഗുണഭോക്താക്കളും വിളിച്ചുകൊണ്ട് കംപ്ലീറ്റ് സംവിധാനം ചെയ്ത ഏതെങ്കിലും ഒരു പദ്ധതി ലോകത്ത് കാണിച്ചു തരാൻ പറ്റുമോ? അതാണ് കേന്ദ്ര സർക്കാരിന്റെ ഒരു സഹായമില്ലാതെയാണ് സംസ്ഥാന സർക്കാർ ആ ജനങ്ങളുടെ ഫണ്ടും സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടും ആളുകളെ സ്വരൂപിച്ച് അവർ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട്, അവർ ഒന്നിച്ച് നിർത്തിക്കൊണ്ട്, നെഞ്ചോട് ചേർത്തുകൊണ്ട് ഈ ജനങ്ങളും ഇന്ത്യയിലുള്ള ജനങ്ങളും കേരളത്തിൽ ലോകത്തിലാകമുള്ള ജനങ്ങളെ എല്ലാവരെയും അവർ ഒന്നിച്ചു പിടിച്ചു. ഇതിനു ഒരുപാട് സന്നദ്ധ സംഘടനകളൊക്കെ വീട് നൽകുന്നുണ്ട്. ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ സന്നദ്ധ സംഘടനകളോ അപ്പുറത്ത് അത് അവര് ഫണ്ട് പിരിച്ചിട്ടും എല്ലാ സംവിധാനം ഒരുക്കിയിട്ടാണ് വീടുകൾക്ക് പണി. പക്ഷെ സർക്കാരിന്റെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ കണ്ടതല്ലേ, ഓക്കി വന്നു, അതേപോലെ പിന്നെ കോവിഡ് വന്നു, അതേപോലെ നമുക്ക് വലിയ പ്രളയങ്ങളുണ്ടായി. അവിടെയൊക്കെ എങ്ങനെയാണ് സർക്കാർ ഈ ജനതയെ കൂട്ടിപ്പിടിച്ചത്? അതേപോലെ ഈ ഒരു ഇൻസിഡന്റ് സംഭവിച്ചപ്പോൾ നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്നുള്ള പ്രഖ്യാപനത്തോടു കൂടി അവരെ കൂട്ടിപ്പിടിച്ചൊരു സർക്കാരിന് നമുക്കൊന്നുള്ളത്. ആ സർക്കാരിനെ കുറിച്ച്, ആ സംവിധാനത്തെ കുറിച്ച് എങ്ങനെയാണ് ആളുകൾ കുറ്റം പറയാൻ തോന്നുക? ഇത്രയൊക്കെ സംവിധാനിക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റ് ഇന്ത്യയിലുണ്ടോ? ആസാമിൽ വെള്ളപ്പൊക്കം വരില്ലേ, കാറ്റടിക്കാറില്ലേ, എത്ര സ്ഥലത്ത് അങ്ങനെ ഇന്ത്യയിലെ ഏതൊക്കെ സംസ്ഥാനത്ത് എന്തൊക്കെ സംവിധാനം? എവിടെങ്കിലും ഈ ആളുകൾ വെച്ച് ഒരു ഇൻസിഡന്റ് ഇതേപോലത്തെ ഒരു ടൗൺഷിപ്പ് നമുക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? ഇല്ലല്ലോ. കേരളത്തിലും അതെന്താറോ കേരള ജനതയുടെ ഒരു ഒത്തൊരുമ, അവരുടെ ഒരു സംവിധാനം, അത് സർക്കാർ കൂടെ ആഹ്വാനിച്ചുകൊണ്ട് നമുക്ക് ഈ പാവപ്പെട്ട ആളുകൾക്ക് കിട്ടേണ്ടതാണ്. ഇനിയും കിട്ടാനുള്ള ആളുകൾക്ക് ഉണ്ടെങ്കിൽ ഇനിയും കിട്ടണം. അവരൊന്നും ഇതിലൊന്നും അർഹരായ മൊത്തം 3 വാർഡിലെ ആളുകളാണ്. 3 വാർഡിലെ ആളുകൾ കൃത്യമായിട്ട് ഓരോ സംവിധാനം എടുത്താണ് ഈ 401 കുടുംബത്തെ, നമ്മൾ 410 കുടുംബത്തെ ഇതിലേക്ക് സംവിധാനിച്ചത്. ഇനി ആരെങ്കിലും പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യാന്ന് കഴിഞ്ഞ ആഴ്ചയൊക്കെ ഞങ്ങൾ 2-3 ആളൊക്കെ വന്ന് ഞങ്ങൾ മന്ത്രിയോട് സംസാരിച്ചു. മന്ത്രി പറഞ്ഞു ഏതെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ, ശ്രദ്ധയിൽപ്പെടാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയും സർക്കാർ അത് പരിഗണിക്കും. ഈ ഉണ്ടെങ്കിൽ അടുത്ത വീണ്ടും സ്ഥലങ്ങൾ കണ്ടെത്തി. അതാണ് ഒരു കരുതലാണ്. അവരെ കൂട്ടിപ്പിടിക്കുക. കാരുണ്യത്തിന്റെ മേഘപടലം അല്ലെങ്കിൽ കാരുണ്യത്തിന്റെ ഒരു വലിയൊരു പ്രതലം അവരെ മനസ്സിലേക്ക് കൊടുക്കുക. അവർ ഒറ്റപ്പെട്ടിട്ടില്ല. ആശ്രിതരൊക്കെ നഷ്ടപ്പെട്ടു. ചിലപ്പോൾ ഉമ്മ നഷ്ടപ്പെട്ടു, ഉപ്പ നഷ്ടപ്പെട്ടു, മൊത്തം ആളുകൾ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. പക്ഷെ അവരോടൊക്കെ കൂടെ സർക്കാരുണ്ട് എന്നുള്ള സംവിധാനമാണ് നമ്മൾ ഈ ടൗൺഷിപ്പിൽ വന്നപ്പോൾ ഇന്ത്യൻ ന്യൂസിന്റെ ബാബോണ്ണൊക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നമുക്ക് പറയാനുള്ളത്. ഇപ്പം ഇവിടെ ദ്രുതഗതിയിൽ തന്നെ വർക്ക് പുരോഗമിക്കുകയാണ്. ഇവിടുത്തെ ഓരോ വർക്കും ഊരാളുങ്കൽ ചെയ്യുന്നത് വളരെ വളരെ എനിക്ക് തോന്നുന്നു ഇത്രയും അടിത്തറ ബലമായിട്ടുള്ള ഒരു വർക്ക് നമുക്ക് കാണാൻ സാധിക്കില്ല. പ്രൈവറ്റ് ഏജൻസിക്ക് ചെയ്യുമ്പോൾ തന്നെ എത്രയോ വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ
ഇത്രയും ക്വാളിറ്റിയോടെ ഇത്രയും വളരെ ശ്രദ്ധാപൂർവം ചെയ്യുന്ന ഒരു വർക്ക്, പിന്നെ അതോടൊപ്പം തന്നെ ഗവൺമെൻറ് എത്രത്തോളം സ്പീഡാക്കി ചെയ്യുന്നോ ആ സ്പീഡിലാണ് വർക്കുകളൊക്കെ ചെയ്യുന്നത്. എന്നിട്ടും പ്രതിപക്ഷത്തിലുള്ള ആളുകൾ വലിയ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനും വിവാദം ഉണ്ടാക്കുക എന്നൊരു സമീപനമുണ്ട്. ഇത്ര നല്ല കാര്യത്തിന് വേണ്ടി ചൂരൽമലയിൽ സംഭവിച്ച ആ പ്രയാസങ്ങൾ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് പോവാത്തൊരു സംഭവമാണ്. എന്നിട്ടും ഇതെന്തിനാണ് വിവാദങ്ങളെ കൊണ്ടുപോകുന്നത്? ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ. അതെ, അതിലെന്താ കാര്യം അറിയോ, ഇത് ടൗൺഷിപ്പ് തുടങ്ങി ഈ ഏറ്റവും വലിയ രസം വെച്ചാൽ മന്ത്രി ഒരു പ്രാവശ്യം പറയുന്നത് ഞാൻ കേട്ടു. അതായത് കുറെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞത് ഇതിന് തറയില്ലാന്ന്. അതായത് ഭൂകമ്പം വന്നാൽ പോലും അതിനെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള അത്രയും വലിയ അടിത്തറയാണ്. അതൊക്കെ ഇഷ്ടംപോലെ ആളുകൾ വീഡിയോ ഒക്കെ ചെയ്ത് കണ്ടതാണ്. ആളുകൾക്കൊക്കെ അത്രയും വലിയ അടിത്തറ. പിന്നെ ഇവിടെ നേരത്തെ വാട്ടർ ടാങ്ക് കണ്ടില്ല, 3-4 വാട്ടർ ടാങ്ക്, വലിയ 9000 ഹെക്ടർ ലിറ്റർ എന്തോ കൊള്ളുന്ന വാട്ടർ ടാങ്ക്. അവർക്ക് എന്താ സംവിധാനം അത് മുഴുകെ. പിന്നെ പ്രതിപക്ഷത്തിനെ സംബന്ധിച്ച് ഇതൊക്കെ ചെയ്യുമ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ആകെ പ്രയാസല്ലേ. 10 കൊല്ലായി തുടർഭരണ. ഈ 10 കൊല്ലം അടുത്ത വർഷം എങ്ങനെങ്കിലും, അതായത് എന്ത് നുണ പറഞ്ഞിട്ടായാലും എന്ത് ചെയ്യണം, ഈ ജനങ്ങളെ എങ്ങനെങ്കിലും പറഞ്ഞ് പിന്തിരിപ്പിച്ച് അടുത്ത പ്രാവശ്യം പറഞ്ഞത് ഒന്നും നടക്കരുത്. നടന്നാൽ പ്രയാസമാണ്. നമ്മൾ കണ്ടിട്ട് എന്തെങ്കിലും നടന്നാൽ ഏത് സാധാരണ പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്ന ഒരു ഗവൺമെന്റിനെ അധിക്ഷേപിക്കുക എന്ന് പറയുന്നത് ഇതിന് വലിയ നാണക്കേട് വേറുണ്ടോ? എന്തായാലും ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ പണി പുരോഗമിക്കുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതൊന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നിങ്ങോട്ട് വന്നത്. ഷംസുഖ ഇവിടുത്തെ കാരനായതുകൊണ്ട്, വളരെ പൊതുപ്രവർത്തനമായതുകൊണ്ടും കൃത്യമായി ഈ കാര്യങ്ങൾ ഞങ്ങളോട് വിശദീകരിച്ചു. ജനങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. എന്തായാലും നമുക്ക് ഇവിടെയുള്ള വീടിൻ്റെ വർക്കൊക്കെ ഒന്ന് കാണിക്കണം. അപ്പോൾ അതിലേക്കൊന്ന് പോവാം. ഇനി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ഷംസുഖ പറയാം. ഓക്കെ. അപ്പോൾ ഇതാ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ. ഈ വർക്ക് പണി പൂർത്തിയാകുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു മനോഹാരിത നിങ്ങൾക്ക് അറിയാൻ സാധിക്കുക. എന്തായാലും ഞാനൊരു കെട്ടിടത്തിൻ്റെ മുകളിലാണ് ഉള്ളതിപ്പോൾ. അപ്പം കുറേ അടുത്തുനിന്ന് കാണിക്കാം കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ. ഓക്കേ, ഇതല്ലേ അപ്പോൾ ഈ തറയില്ലാത്ത വീട് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതൊന്ന് നോക്കാം എങ്ങനെയാണെന്ന്. പലരും ആക്ഷേപങ്ങളും പരാതികളൊക്കെ ഉന്നയിക്കുന്ന വിഷയമാണ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ കാണിച്ചു തരാം. മനോഹരമായ വീട്, എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിക്കുന്ന ഒരു സർക്കാരാണ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ തന്നെയാണ് നമുക്കിത് കാണാൻ സാധിക്കുക. ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പൊടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇത്തിരി. എന്നാലും നിങ്ങൾ തൊഴിലാളികളുണ്ട്. നിരവധി പേരാണ് ഈ സ്ഥലം കാണാൻ വേണ്ടി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരമൊക്കെ രാവിലെയൊക്കെയാണ് കൂടുതൽ ആളുണ്ടാകുക. കണ്ടില്ലേ, ഇതിൻ്റെ തറയില്ല എന്ന് പറഞ്ഞത് തറയാണ് കേട്ടോ കാണുന്നത്. കോൺക്രീറ്റിൻ്റെ, അതായത് ചെങ്കല്ലിന് അല്ലെങ്കിൽ കരിങ്കല്ലോ ഉപയോഗിച്ച് കൊണ്ടുവന്നില്ല, കോൺക്രീറ്റിൻ്റെ തറ തന്നെയാണ് കേട്ടോ. തറയില്ല എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലും ചാനലൊക്കെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾ ഒന്ന് കാണണം. ഇതിൻ്റെ ഫില്ലറുണ്ടോ നിങ്ങൾ മറ്റേ തേച്ചപ്പെടേണ്ടതാ. ഈ ഫില്ലറിൻ്റെ എത്ര വീതിയിലാണ് ഈ ഫില്ലർ കൊടുത്തത്. അതിന് ആണ് ഇൻ്റർലോക്ക് വെച്ചിട്ട് കിട്ടുന്നത്. ഇതിൻ്റെ തറയാട്ടോ ഇത് തറ. അപ്പം തറയില്ലാതെ ഒന്നും നിർമ്മിക്കാൻ പറ്റില്ല. ഇതൊക്കെ പിന്നെ പ്രതിപക്ഷം വെറുതെ ഇങ്ങനെ തെറ്റായ ധാരണ ജനങ്ങളിലേക്ക് കൊണ്ടുവരിക.
അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് പൊളിച്ചു കൊടുക്കണം. കാരണം പ്രബുദ്ധരായ ജനങ്ങളാണ് കേരളത്തിലുള്ളത്. ഒരു ഇതുണ്ടോ അങ്ങോട്ട്, ഇത് ടൈല് മാർബിളാട്ടോ, ടൈലും അല്ല മാർബിള്. കാരണം മാർബിൾ വെക്കുമ്പോൾ അതിന് ദീർഘകാലത്തെ ഉറപ്പൊക്കെ ഉണ്ടാവും. സ്റ്റെപ്പൊക്കെ കണ്ടില്ലെങ്കിൽ ഇവിടെ അതിൻ്റെ സംഭവമുണ്ട്. അപ്പം മാർബിൾ തന്നെയാണ് നിലത്ത്. ഹൈ ക്വാളിറ്റിയുള്ള ജനലാണ് കേട്ടോ. ജനലിൻ്റെ ഗ്ലാസും കാര്യങ്ങളൊക്കെ തന്നെ. ഇതിൻ്റെ സ്റ്റിക്കർ പറിച്ചിട്ടില്ല. സ്റ്റിക്കർ പറിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകില്ല. നല്ല രീതിയിലാണ് ഇതിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കേരള ഗവൺമെൻറ്റിന് നല്ലൊരു ബിഗ് സല്യൂട്ട് നമ്മൾ കൊടുക്കണ്ട, കേരളത്തിലെ ജനങ്ങൾ കൊടുക്കും, അത് ഉറപ്പാണ്. മറ്റു പല രാജ്യത്തും പല സംസ്ഥാനങ്ങളിലും ഇതുപോലുള്ള പല ദുരന്തങ്ങൾ ഉണ്ടായിട്ട് അവരൊന്നും ചേർത്ത് പിടിക്കാൻ അവിടുത്തെ ഗവൺമെൻറ്റിന് പലപ്പോഴും സാധിക്കാറില്ല. കാരണം അവരുടെ അജണ്ടയിലോ ചിന്തയിലോ ഇല്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടത്തെ സർക്കാർ അങ്ങനെയല്ല. അത് തെളിയിച്ചു കൊടുക്കുകയാണ് വയനാട് ചൂരൽമലയിലുള്ള ഈ സംഭവം. ഇതുപോലുള്ള ദുരന്തങ്ങളും ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ ഇല്ലേ, നല്ല പൊടിയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വേഗത്തിൽ നിങ്ങളിത് കാണിച്ചു തരാൻ പ്രയാസമുണ്ട്. ഞങ്ങളിന്ന് രാവിലെ ഇവിടെ എത്തിയതാണ്. രാവിലെ നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ കണ്ടില്ലേ. നിങ്ങൾ ഈ തറയുടെ ഫില്ലറ്, തറ കണ്ടോ? തറ ഇങ്ങനെ കോൺക്രീറ്റ് ബെൽറ്റാണ് കേട്ടോ. ആ ബെൽറ്റിൽ നിന്നാണ് ചുമര്. ഈ വർക്കൊന്നും അറിയാത്ത ആളുകൾ എന്തെങ്കിലും പിടിച്ചു പറയുക, എന്നിട്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കുക. ഇതൊന്നും സമൂഹത്തിൽ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല കേട്ടോ. കണ്ടില്ലേ? വീടുകളിലെ പണി ഇങ്ങനെ ഓരോന്നോരോന്ന് പൂർത്തിയാവുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ആശ്വാസം ഉണ്ടാകുന്നൊരു കാര്യമാണ്, സന്തോഷമാണ്. കാരണം ഒരു ദുരന്തത്തിൽ ഒരുപാട് ആളുകൾ ജീവിതം നഷ്ടപ്പെട്ടു. അവരെ കുടുംബങ്ങൾ നല്ല രീതിയിൽ ജീവിക്കണം. അവർ ഒരുമിച്ച് കൂട്ടായ്മയോടെ ജീവിക്കണം. സുരക്ഷിതമായൊരു വീട് വേണം. അതാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ നടന്നു പോകാനൊക്കെ ഒത്തിരി പ്രയാസമുണ്ട്. കരിങ്കല്ലും മണ്ണും കമ്പി പിന്നെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം കണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ, ഇതിൻ്റെയൊക്കെ ചുറ്റുമതിലൊക്കെ നല്ല ആഴത്തിൽ നല്ല ഫൗണ്ടേഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വർക്കുകളൊക്കെ വളരെ ഗംഭീരമായിട്ടാണ് ചെയ്യുന്നത്. ഓരോ വർക്കും വളരെ നല്ല രീതിയിലാണ് പുരോഗമിക്കുന്നത്. അതിലൊന്നും ആർക്കും ഒരു സംശയവും വേണ്ട. പ്രത്യേകിച്ച് ഊരാളുങ്കൽ എന്ന് പറയുന്ന സൊസൈറ്റി ലോകത്തിന് തന്നെ മാതൃകയാണ്. അത്രയും നല്ല രീതിയിലുള്ള വർക്കാണ് അവർ ഇതുവരെ കേരളത്തിനും സമ്മാനിച്ചിരിക്കുന്നത്. ഇത് പണി പൂർണ്ണമായിട്ട് ഒരു വീടുമായിട്ടില്ല, ഒരെണ്ണം ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് താഴെ, കുറച്ച് താഴെയാണ്. അതൊന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഉണ്ടല്ലേ, ഇത് അങ്ങനെയും അസൂയപ്പെടുത്തും. കാരണം അത്രയും നല്ല വർക്കാണ്. ഇതൊക്കെ മാർബിളാണ്. പില്ലർ ഉണ്ടല്ലേ,
നമ്പറൊക്കെ ഓരോ വീടിനും ഓരോ നമ്പർ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. G74 ഉണ്ട്. സംസുഖ ഇത് പൂർണ്ണമായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല. എന്നാലും കുറച്ച് കാര്യങ്ങൾ, എന്നാലും ഏകദേശം കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം, പറയാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തറ ഏറ്റവും വിവാദമായ ചർച്ചയ്ക്ക് വിധേയമായ ഒരു സംഭവമാണ് തറ. അത് ഞാൻ കാണിക്കുന്നതാണ്. കാരണം അത്രയും കോൺക്രീറ്റ് ബെൽറ്റാണല്ലേ. ബെൽറ്റ് ചില വീടുകളൊക്കെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്ന ഒരു പ്രയാസമാണ്. അത്രയും പൊടിമണ്ണുണ്ട് ഇവിടെ. പിന്നെ മെറ്റീരിയലൊക്കെ തന്നെ ഇവിടെ സ്റ്റോക്ക് ചെയ്ത് പല സ്ഥലത്തും റോഡിൻ്റെ സൈഡിലൊക്കെ. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഒരു പ്രയാസമുണ്ട് നടന്നു പോവുക. നാനൂറ്റി വീടാണ് ഇവിടെ നിർമ്മാണത്തിലുള്ളത്. 410 വീടും നിങ്ങളെ കാണിക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ്. അതുകൊണ്ട് കുറച്ച് വീടുകൾ നിങ്ങളെ കാണിച്ചതാണ്. അവിടെ ഒരു വീടിൻ്റെ പണി ഏകദേശം ഉണ്ടല്ലേ, ആ കാണുന്നത് ഏകദേശം പൂർണ്ണമായിട്ടാണ്. മറ്റൊരു വീട് ഇതാ പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ വീടിൻ്റെ സൈഡ് ഭിത്തികളൊക്കെ കണ്ടില്ല, നല്ല കരിങ്കല്ല് ഉപയോഗിച്ചുകൊണ്ട് നല്ല ഫൗണ്ടേഷനാണ് നിർമ്മിക്കുന്നത്. നൂറുകണക്കിന് തൊഴിലാളികളാണ് ഈ വീട് നിർമ്മാണത്തിലും ഇതിൻ്റെ മറ്റ് കാര്യങ്ങളിലൊക്കെ തന്നെ ശ്രദ്ധിക്കുന്നത്. കണ്ടില്ല, എങ്ങനെ രാത്രിയുണ്ട് വർക്ക്? ആ, രാത്രിയും വർക്ക് നടക്കും. ആവോളം വർക്കാണ് ആണല്ലേ. ഏകദേശം എത്ര തൊഴിലാളികൾ ഉണ്ടാവും ഇവിടെ? അത് അത്രയും തൊഴിലാളികളുണ്ട്. 500 തൊഴിലാളികൾ ഉണ്ടാവില്ലേ? ഉണ്ടല്ലേ, അത്രയും തൊഴിലാളികളുണ്ട്. ഒരാളെങ്കിലാണെങ്കിൽ അവരിത്ര കൃത്യമായി ചെയ്തൊരു, അത്ര കൃത്യമായിട്ടാണ്, അത്ര പെർഫെക്റ്റോട് കൂടിയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഓരോന്നിനും കറക്റ്റ് വന്ന് ഉദ്യോഗസ്ഥന്മാരും ആൾക്കാരും വന്ന് ഓരോന്നിനും എന്തുണ്ട്, ഇതിനെ മോണിറ്ററിംഗ് ഉണ്ട് ഓരോ സംവിധാനം. അതാണ് തൊഴിലാളികളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ട് പോവാം. തൊഴിലാളികളൊക്കെ ഇവിടെ ഉണ്ട്. ശരിയായ വഴി കൂടി പോകാൻ പറ്റുന്നില്ല. കാരണം ചില വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഇത്തിരി പൊടിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് അതിന് പോകാൻ പറ്റുന്നില്ല. അപ്പം ഞാനിതിങ്ങനെ കവർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിപൊളി സംഭവം, സൂപ്പറാണ്.
അപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, അവരോടൊക്കെ നമുക്ക് ചോദിക്കാൻ കാര്യങ്ങളൊക്കെ തന്നെ. ഓക്കെ. ആ സാറേ നമസ്കാരം. നമസ്കാരം. അപ്പം ഞങ്ങൾ ഈ വർക്ക് പുരോഗമിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ജനങ്ങളെ ഒന്ന് കാണിക്കാനും ഒക്കെ വേണ്ടി സന്ദർശനമാണ്. ഇവിടെ വന്നപ്പോൾ എങ്ങനെ എന്ത് തോന്നി? ഇത് വളരെ വലിയ ഭയങ്കര സംഭവമായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. സാധാരണ ഒരു അസാധ്യമെന്ന് കരുതുന്ന പലതും സാധ്യമാക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനമാണ് കണ്ടിട്ടുള്ളത്. സാധാരണ ഒരു ഗവൺമെൻറ്റിനോ ഒരു ഗവൺമെൻറ്റിന് ഇങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ അസാധ്യമായത് സാധ്യമാക്കും. ഈ ഇത്രമാത്രം വലിയൊരു സംഭവം നമുക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഗവൺമെൻറ് ഇത് ഇവരുടെ ചൂരൽ മലയും മുണ്ടക്കയിലുള്ള ആളുകളുടെ കണ്ണുനീരൊപ്പും അതിന് ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതൊക്കെ സാധ്യമാണോ എന്നായിരുന്നു ഏതൊരു ആളുകളുടെയും ചിന്ത. പക്ഷെ ഇത് ഒരു മനുഷ്യസാധ്യമാകുന്നതിനപ്പുറത്തേക്കുള്ള പ്രവർത്തനമാണ് ഇതുള്ളത്. എനിക്ക് തോന്നുന്നു ലോകത്തെവിടെയും ഇത്തരത്തിൽ ഒരു പുനരധിവാസം ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇത്രമാത്രം ആളുകളെ അവർക്ക് എല്ലാവർക്കും വീട്, നല്ല വീട്, ഞങ്ങൾ വീടെല്ലാം കയറി കണ്ടു, നിർമ്മാണത്തിൽ ഇരിക്കുന്നത് കണ്ടു, അതേപോലെ തന്നെ വീട് നിർമ്മാണം പൂർത്തിയാക്കിയ വീട് കണ്ടു. എല്ലാം വളരെ മനോഹരമായതും എന്നാൽ നല്ല കെട്ടുറപ്പുള്ളതുമായിട്ടുള്ള വീട് തന്നെയാണ്. വളരെയധികം ആത്മാഭിമാനം തോന്നി. നമ്മൾ അഭിമാനം വർദ്ധിക്കുകയുണ്ടായത് ഒരു കേരളീയനായത്. നിങ്ങളെവിടെയാ സ്ഥലം? ഞങ്ങൾ മലപ്പുറമാണ്. മലപ്പുറത്ത് വീട് കാണാൻ വേണ്ടി വന്നോ? അല്ലാതെ ഇതിന്റെ ഉദ്യോഗസ്ഥരൊന്നല്ല. ഉദ്യോഗസ്ഥൻ. എന്തായാലും അഭിപ്രായം അറിയിച്ചില്ല. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ. അപ്പം നിങ്ങളെവിടെ? ഞാൻ ചക്കിട്ട വാർത്ത. മാതൃകാ വീടുകൾ സർക്കാർ പ്രഖ്യാപിച്ച വീടുകളിലെ മാതൃകാ വീടിലേക്കാണ് നമ്മൾ ഇപ്പൊ കയറാൻ പോകുന്നത്. അതായത് മാതൃകാ വീട്, അതായത് ഒരു വീടിന്റെ മുഴുവൻ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞ 2-3 മാസം മുമ്പ് ആളുകൾ കാണാൻ എങ്ങനെയാണ് ഒരു വീട്, ഒരു ഇതുണ്ടാവില്ല, എങ്ങനെ ഇപ്പൊ ഒരു വീട് ഉണ്ടാവും, എത്ര റൂം ഉണ്ടാവും, എന്താ ഞങ്ങൾക്ക് അവിടെ ഫെസിലിറ്റി എന്ന് നോക്കൂല. ആ ഫെസിലിറ്റിക്ക് വേണ്ടി സർക്കാർ ആദ്യം തന്നെ ഒരു വീടുണ്ടാക്കി, മാതൃകാ വീട്. അത് ഈ ദുരന്ത ബാധിത ആളുകളെ ആഘോഷമായി അവരെല്ലാവരും വന്ന് കണ്ടു. വളരെ സംതൃപ്തിയായിട്ട് അവർ പറഞ്ഞ ഇതൊക്കെ മീഡിയക്കാരൊക്കെ റിപ്പോർട്ട്, എല്ലാ കേരളത്തിലെ മുഴുവൻ ചാനലുകളും എന്ത് ചെയ്യുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു. അവർ പറയുന്ന കാര്യങ്ങൾ ആ വീട്ടിലേക്കാണ് വളരെ സന്തോഷപൂർവ്വം, അതായത് ദുരിതം അനുഭവിച്ച വീടുകളുടെ അവരുടെ വിഷമത്തോടൊപ്പം അവർ കിട്ടാൻ പോകുന്ന ഒരു വലിയ സൗഭാഗ്യത്തിന്റെ വീട്ടിലേക്കാണ് നമ്മൾ സന്തോഷത്തോടു കൂടി കയറി ചെല്ലാൻ. തീർച്ചയായിട്ടും വളരെ സന്തോഷം. അപ്പോൾ മാർബിൾ ആട്ടോ, ടൈലൊന്നല്ല, മാർബിളാണ് അല്ലേ. അടിപൊളി ഡോറ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ അകത്തേക്ക് ഒന്ന് കയറാം കേട്ടോ. അടിപൊളി. ഇത് ഡൈനിങ് ഹാളാണ്. അടിപൊളി. എന്താണ് കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൻ്റെ സുഖമാണ് കേട്ടോ. അടിപൊളി അടിപൊളി. അപ്പോൾ ഡൈനിങ് ഇവിടെ വേറെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ എനിക്കൊന്ന് ലൈബ്രറി ഇരിക്കാനൊക്കെ സംവിധാനങ്ങൾ, കമ്പ്യൂട്ടറൊക്കെ വെക്കാൻ പറ്റുന്ന സൗകര്യം, വാഷ് ബേസ് ഉണ്ട് ഡൈനിങ് ഹാളിൽ തന്നെ. കിച്ചൺ അല്ലേ? ഇത് വർക്ക് ഏരിയ. ഓക്കെ. അവിടെ ഉണ്ട്, വർക്ക് ഏരിയ ഉണ്ട് വിശാലമായ. അവിടത്തേക്ക് പുറത്തേക്കുള്ള
പുറത്തേക്ക് കിടക്കുന്ന വരാന്തയുണ്ട്, അത് ഡോർ അടച്ചിരിക്കുകയാണ്, കാണാൻ പറ്റുന്നില്ല. കണ്ടില്ലേ, ഒരു വലിയ വീടിന്റെ എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. എല്ലാം ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നതിൻ്റെ ഒരു പ്രത്യേകത. വയറിംഗ് ഒക്കെ ആണെങ്കിൽ സൂപ്പർ അതെ, കബോർഡ് കാര്യങ്ങളൊക്കെ അതെ, എല്ലാ സൗകര്യവും. ഇപ്പൊ നേരത്തെ പറഞ്ഞോളെ, കേരളത്തിൽ ജനിച്ചു പോയി കേരളക്കാരനാണ് പറയാനുള്ള അഭിമാനം നമുക്കുണ്ടല്ലേ. അതാണ് ഈ കേരളത്തിന്റെ സർക്കാർ ഉണ്ടാക്കിയത് എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. അതെ, ഫാനുണ്ട് കണ്ടല്ലേ, ഫാനൊക്കെ റെഡിയാക്കി 4 ഒരു വലിയ 3 കള്ളി ജനല്, തൊട്ടടുത്ത് വേറെ സിംഗിൾ, ഇവിടെ ഒരു സിംഗിൾ സ്വിച്ച് ബോർഡുണ്ട്, എല്ലാം ഉണ്ട്. ഒരു റൂം വേണം. രണ്ടാമത്തെ റൂമിലേക്ക് നമുക്ക് ഇത് വാഷ്റൂം, കുളിമുറി, നല്ല സൗകര്യങ്ങളുള്ള, വെളിച്ചം ഇല്ലാത്തതുകൊണ്ടാണ് കറണ്ട് പോയതാണോ എന്നറിയില്ല. അപ്പോൾ അതില്ല ഉണ്ടോ. അപ്പോൾ ഒരു ബെഡ്റൂം നമ്മൾ കഴിച്ച്, രണ്ടാമത്തെ ബെഡ്റൂം ഇതാ അടിപൊളി. അതെ, ബാത്ത് അറ്റാച്ച്ഡാണ്, കണ്ടില്ലേ. കണ്ടോ. ഇനി നിങ്ങൾ കുറ്റം പറയല് തുടങ്ങിക്കോളൂ. അടിപൊളി. അപ്പൊ 2 ബെഡ്റൂം, വിശാലമായ ഡൈനിങ് ഹാള്, കിച്ചൺ, വർക്ക് ഏരിയ. ഇതിലപ്പുറം എന്താണ് ഈ സർക്കാർ നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? ദയവ് ചെയ്ത് ഇനി നിങ്ങൾ ഇങ്ങനെ കുറ്റപ്പെടുത്തി പറയരുത്. ഇത് ഈ സമൂഹത്തോട് ചെയ്യുന്ന വലിയ ഒരു ക്രൂരത തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ വന്ന് നേരിട്ട് കണ്ട് പലരും എന്നോട് പറഞ്ഞ് അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറഞ്ഞിരുന്നു. പക്ഷെ വളരെ 1000 അല്ല 10,000 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് നമ്മൾ അത്ര ശ്രദ്ധിക്കേണ്ട എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം വളരെ സന്തോഷം, ഇവിടെ വന്നയാൾ നേരിട്ട് മലപ്പുറത്ത് വന്ന ഒരു അദ്ദേഹം പറഞ്ഞത് അത് മാത്രം മതി നമുക്ക്. അടിപൊളി. ഇതാണ്ടില്ലേ, അപ്പം ഒന്നും പറയണ്ടല്ലോ, ഒന്നും പറയണ്ട. അടുത്ത് പറയും. അതായത് ഈ പുറത്തു നിന്ന് ആളുകൾ കേൾക്കുന്ന TV മാധ്യമങ്ങളിലൊക്കെ ഈ നേതാക്കന്മാർ വെറുതെ പറയുന്ന ആ സംവിധാനമല്ല നിങ്ങൾ കണ്ടത്. നിങ്ങൾ ഏതൊക്കെ വയനാട് എന്ന പ്രകൃതി രമണീയമായ സ്ഥലത്തേക്ക് നിങ്ങൾ ഓരോരുത്തരും ക്ഷണിച്ചുകൊണ്ട് ഈ കൽപ്പറ്റയിലെ ടൗൺഷിപ്പിലേക്ക് നിങ്ങൾ വന്നുകൊള്ളുക. എന്നിട്ട് അവരുടെ വാക്കും ഈ ചെയ്യുന്ന പ്രവൃത്തിയും ഒന്ന് നിങ്ങൾ താരതമ്യം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കറിയാം, വയനാട് എന്ന് പറയുന്നത് വലിയ ദൂരമൊന്നുമല്ലോ. തിരുവനന്തപുരത്ത് വരെ വെറും 12 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വയനാട്. പ്രകൃതി സുന്ദരമായ വയനാട് ചുരമൊക്കെ കണ്ട് ഇങ്ങനെ കയറി നല്ല രസമായിട്ട് ഏതെങ്കിലും ആളുകൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിലാണ് പറഞ്ഞു, ഏതെങ്കിലും ആളുകൾക്ക് മനസ്സിൽ പോലും ഈ ചൂരമല ദുരിത ആളുകളെ, മുണ്ടക്കൈ ദുരിത ആളുകളെ സർക്കാർ സംരക്ഷിക്കുന്നല്ലേ ഏതെങ്കിലും ഒരാൾക്ക് മനസ്സിന്റെ ലാഞ്ചന പോലും തോന്നലുണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് ഈ കൽപ്പന ടൗണിലേക്ക് വരാം. എവിടെ നിങ്ങൾ പോകേണ്ട, ബസ്സൊന്നും കയറണ്ട, നേരെ ചുണ്ടയിൽ വരിക, ചുണ്ടയിൽ നിന്ന് നേരെ ചുണ്ട ടു കൽപ്പറ്റ ബസ് ഇറങ്ങുക. അവിടെ നടക്കാനുള്ള ദൂരത്ത്
ഇത് കൽപ്പന ടൗണിനോട് ചോരത്ത് ഇതാ ഇവിടെ 410 വീടുകൾ, വലിയ സമുച്ചയം. ഈ ചൂരമലക്കാരുടെ മുണ്ടക്കൈക്കാരുടെ സ്വപ്നം പൂവണിയാൻ പോവാണ്. ഏതെങ്കിലും ഒരാളുകൾക്ക് ഏതെങ്കിലും ഒരു സംശയം നിലവിലുണ്ടെങ്കിൽ അവർക്ക് വന്ന് പരിശോധിക്കാൻ ഈ സ്ഥലങ്ങൾ കാണാം, വീട് കാണാം, ഈ സ്ഥലത്തെ പണികൾ കാണാം. എല്ലാവരെയും ഞങ്ങൾ വയനാട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. താങ്ക് യു. ഇത്രയും നേരം നമ്മളോട് ശംസുഖയാണ്. അദ്ദേഹം നേരത്തെ ഞാൻ പറഞ്ഞു പൊതുപ്രവർത്തനമാണ്. അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ ഈ പ്രദേശത്തെ പറ്റി അറിയുന്നതുകൊണ്ട് അദ്ദേഹം ഞങ്ങളെ സഹായിക്കാൻ ഇവിടെ വന്നു. ഇവിടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പെർമിഷനൊക്കെ വേണം. പക്ഷേ അദ്ദേഹത്തിന് പരിചയമുള്ളതുകൊണ്ട് എളുപ്പത്തിൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് പ്രവേശിക്കാനും ഇതൊക്കെ ഷൂട്ട് ചെയ്യാനും പണി ഏകദേശം പൂർണ്ണമായ വീടൊക്കെ ഒന്ന് കാണിക്കാനും പറ്റിയിട്ടുണ്ട്. ഇപ്പോഴും പണിയുണ്ട്. രാത്രിയും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ തൊഴിലാളികൾ. എനിക്ക് തോന്നുന്നു ഒരു 500-ലധികം തൊഴിലാളികൾ ഇവിടെ ഉണ്ട്. അത്രയധികം മിഷനറികൾ ഇവിടെ ഉണ്ട്. ഏറ്റവും നല്ല ടെക്നോളജി ഉപയോഗിച്ച് കൊണ്ട് തന്നെയാണ് ഈ വർക്കൊക്കെ നടത്തുന്നത്. ഏറ്റവും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുന്നു. അതിലപ്പുറം എന്താണ് നമുക്കിപ്പം പറയാനുള്ളത്? കണ്ടില്ലേ ഈ ഡ്രൈനേജൊക്കെ കണ്ടില്ലേ നിങ്ങൾ? എന്താണ് മനോഹരമായിട്ടാണ് ഇതിൻ്റെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് വരുന്ന എൻട്രൻസ് ആണ്, വഴിയാണ് റോഡ്. ഇത് റോഡാണ്. ഏത് ഭാഗത്തേക്കും പോകണമെങ്കിൽ നല്ല റോഡ്, വെള്ളമൊക്കെ ഒഴിഞ്ഞു പോകാനുള്ള സംവിധാനങ്ങൾ. ഇത് അടിഭാഗം ഇത്രയും കോൺക്രീറ്റ് നിങ്ങൾ ഏതെങ്കിലും വീടിന് പോലും ഇങ്ങനെ ഞാൻ പലരും കണ്ടിട്ടില്ല. അത്രയും നല്ല ഗംഭീരമായിട്ടാണ് ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലേ, അടിപൊളി. വണ്ടി എവിടെ? ഇതാ ഒരു വർക്ക് ഏകദേശം അവിടെ കണ്ടില്ലേ? പെയിൻറ്റിങ് വൈറ്റ് കാണുന്നത് ഏകദേശം പണി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. പണി നടന്നുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു ചെറു 2 വാക്ക് പറയും. അതേ പറയും. പറയാമെന്ന് പറയും. അദ്ദേഹം പറയുന്നത് പറയും. അപ്പോൾ ഇത് കൽപ്പറ്റ ടൗൺ മെയിൻ റോഡ്. എന്താ ഹൈവേ ആണ് ശരിക്കും. കൽപ്പറ്റ ടൗണിൽ നിന്ന് വളരെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇത് ഏകദേശം പണി പൂർത്തിയായിട്ടുണ്ട്. ഇതിലെയാണ് വെള്ളമൊക്കെ. ആ നമ്മോടൊപ്പം ഒരു ചേച്ചിയുണ്ട്. വീടൊക്കെ കണ്ടോ? ഇവിടെ വന്നപ്പം കണ്ടോ? ഓക്കെ, പണിയൊക്കെ എങ്ങനെയുണ്ട്? പൂർത്തിയാവുന്നുണ്ടോ? ഓക്കെ ഓക്കെ. എവിടെ സ്ഥലം എവിടെയായിരുന്നു? അവിടെ ആണല്ലേ. ഓക്കെ. മോളെ പേരെന്താ? എങ്ങനെയുണ്ട് വീടൊക്കെ? അടിപൊളിയാണോ? ഓക്കെ. അപ്പം വാഹനമൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അപ്പോൾ വളരെ സ്പീഡിലാണ് വർക്കുകളൊക്കെ നടക്കുന്നതല്ലേ? വളരെ വൃത്തിയോടെ നല്ല. അതെ അതെ. ഇപ്പം ഇപ്പം പണിയൊന്നും പൂർത്തിയാവുന്നില്ല, വേണ്ട രീതി നടക്കുന്നില്ല എന്നുള്ള പരാതികൾ, അങ്ങനെയൊക്കെ ഒരുപാട് പരാതി. അങ്ങനെ എന്തോ നേരിട്ട് നിങ്ങൾ കണ്ടോ? എന്നാലും സ്പീഡ് നടക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ തന്നെ. ഓക്കെ ഓക്കെ. എന്താണ് ഇതൊക്കെ? രാത്രിയൊക്കെ പണിയുണ്ട്. ഇതിന്റെ താഴെയായിട്ട് ഞങ്ങൾ വീടുണ്ട്. അപ്പൊ ഇവിടുന്ന് കാണുന്നുണ്ട് ഈ ഭാഗത്തുള്ള വീടുകളൊക്കെ എടുക്കുന്നത് രാത്രിയിലൊക്കെ നല്ല പാടൊക്കെയാണ്. ഇതിനൊക്കെ മുന്നിട്ടിറങ്ങിയിട്ട് സർക്കാരും അതുപോലെ തന്നെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഒക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ഇറങ്ങുന്നുണ്ടല്ലേ?
വന്നിട്ട് ഓക്കെ. അപ്പം വേറെ എന്ത് കാര്യമാണ് പറയാനുള്ളത്? എന്തായാലും സർക്കാരും പിണറായി സർക്കാരൊക്കെ നല്ല രീതിയിൽ മന്ത്രിമാരൊക്കെ ഇവിടെ തന്നെ മുഹമ്മദ് റിയാസ് ആയാലും രാജു മിശ്രയൊക്കെ വരുന്നുണ്ട്. അപ്പം നിങ്ങളെ എല്ലാ വിഷയങ്ങളും അവർ പരിഹരിച്ച് തരുന്നു. എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. വേറെ എന്താ പറയാനുള്ളത്? വേറെ പ്രത്യേകിച്ചൊന്നും അല്ല അതെ, ഈ കാര്യത്തിലൊക്കെ വളരെ സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്. പിന്നെ ഇവർക്ക് മോക്ക് കൊടുക്കുന്നുണ്ട് വീട് ചുങ്കത്തറായി. പിന്നെ അവർക്ക് സ്ഥലം ഉണ്ടായി. ആണോ? അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. സംഘടനക്കാർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ. സന്തോഷമുണ്ട്. ഓരോ അപ്പാക്കും ഉമ്മാക്കുള്ളതാണ് ഇവിടെ. മതിയല്ലോ. അത് മാത്രല്ല നമുക്കൊരു വലിയ സന്തോഷമാണല്ലേ. അപ്പൊ ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത അവർക്ക് കിട്ടുന്ന എന്താ, അവര് ഒന്നിച്ച് മുഖത്തോടൊന്ന് രാവിലെ എഴുന്നേറ്റ് മുഖത്ത് നോക്കുന്ന ആളുകൾ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി. പക്ഷെ അതിന്റെ ബാക്കിയുള്ള ആളുകൾ കൂടി അവർക്ക് ഒന്നിച്ച് കാണാൻ സാധിക്കും. വലിയ സന്തോഷമല്ലേ. ഏതെങ്കിലും കാലത്ത് കേട്ടുകൾ പോലും ഇല്ല നമുക്ക് ഒന്നിച്ച് കാണാൻ പറ്റും. ഏത് ഈ ഒന്നിച്ച് കൂടിയ കുടുംബങ്ങളെ ഒന്നിച്ചാക്കാൻ പറ്റുമ്പോൾ കേട്ടുകൾ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അതാണോ ആ ഒരു വലിയ ചൂരന്മലയും പിന്നെ ഒരു ഗ്രാമല്ലേ, അത് മൊത്തത്തിലുള്ളതാണല്ലോ ഇപ്പൊ ഇവിടെ വരുന്നത്. ഞങ്ങളെ ഈ എസ്റ്റേറ്റ് തന്നെ മാറിപ്പോയി, ഞങ്ങളെ സ്ഥലേ മാറിപ്പോയില്ലേ. അത് മാത്രമല്ല ഇനി ഇവിടെ ഹോസ്പിറ്റൽ വരുന്നുണ്ട്, പിന്നെ കളിസ്ഥലങ്ങൾ വരുന്നുണ്ട്, സ്കൂള് വരുന്നുണ്ട്, അംഗനവാടി വരുന്നുണ്ട്, പിന്നെ ഒരുപാട് പ്രൊജക്റ്റുകൾ എന്ത് ചെയ്യുന്നു ഇവിടെ വരും. വൈദ്യുതി വലിയ സംവിധാനം വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിലൊക്കെ ഈ സംവിധാനം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ അനിഹരിതമായി നിങ്ങൾക്കാണ് എല്ലാ സംവിധാനം ഒരുങ്ങുന്ന ഒന്ന്. നിങ്ങൾ കൽപ്പന ടൗണിലേക്ക് നടന്നു പോയാൽ മതി. പക്ഷെ ഒന്ന് കാലെടുത്ത് വെച്ചാൽ ഇവിടെ കിട്ടുന്ന ഒരു സംവിധാനം കിട്ടുക എന്നത് നിങ്ങളുടെ വലിയ സന്തോഷമല്ലേ. പ്രത്യേകിച്ച് സ്വന്തം മോക്ക് കിട്ടുക എന്ന് പറയുന്നത്, അത് മോളെ കുടുംബത്തിലേക്ക് കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷം തന്നെയല്ലേ നൽകുന്നത്. എന്തായാലും എത്ര അഭിനയിച്ചാലും മറക്കാൻ പറ്റാത്ത, നമുക്ക് ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു സർക്കാരാണെന്ന് കേരളത്തിൽ. അതിനെന്തെങ്കിലും കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം ഇത്ര നേരം നിങ്ങളെ ഇത് കാണിച്ചു, സമയം വൈകിട്ടുണ്ട്. എന്തായാലും പിന്നെ ഇവിടെ പണി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ട് രാത്രിയും പകലും ഒക്കെ തന്നെ എല്ലാവരും വളരെ ഹാപ്പിയിലാണ്. കാരണം ഇത്രയും വളരെ വേഗത്തിൽ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാവുന്ന കാര്യത്തിലൊക്കെ തന്നെ എന്തായാലും ഇവിടെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഈ സ്ഥലം സന്ദർശിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതൊരു മാതൃകയാണ്, ലോകത്തിന് മാതൃകയാണ് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കുറ്റപ്പെടുത്തുന്നവർ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടൊരു വിവാദങ്ങൾ ഉണ്ടായിരിക്കും. അവർക്ക് അത് മാത്രമേ സമൂഹത്തോട് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. പക്ഷേ ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ കേരളത്തിലുള്ളതുകൊണ്ട് ഇതുപോലുള്ള ദുരന്തങ്ങളിൽ ചേർത്ത് പിടിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യുകയാണ്. അത് ജനങ്ങൾ അതുപോലെ തന്നെ ചേർത്ത് പിടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നല്ലൊരു കാര്യം ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ച് വളരെ സന്തോഷമുണ്ട്. ഇത്തിരി നീണ്ടുപോയി, അതിൽ എല്ലാവരും ക്ഷമിക്കണം. ഇനിയും ഇതിൻ്റെ പണിയൊക്കെ പൂർത്തിയാകുമ്പോൾ ഞങ്ങൾ വീണ്ടും കാണിക്കും. ഇവിടെ വരാൻ പറ്റാത്തവർക്കും കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത്. അതെ, ഉദ്ഘാടനത്തിനൊക്കെ തന്നെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. ഉദ്ഘാടനത്തിന് എല്ലാവരും ഏതായാലും ഈ മാസം ലാസ്റ്റ് ആകുമ്പോൾ ഉദ്ഘാടനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നത്. 176-70 വീടിൻ്റെ ഇടയിലാണ് ആളുകൾ സർക്കാർ കൊടുക്കുന്നത്. അവർ ഉദ്ഘാടനത്തിന് ലൈവ് കാണുന്ന അല്ലെങ്കിൽ ഈ എപ്പോഴും വീഡിയോ വാച്ച് ചെയ്യുന്ന ഫേസ്ബുക്കിലെ ഈ ആളുകളൊക്കെ എല്ലാ ആളുകളും കുടുംബസമേതം എങ്ങനെയാണ് ഒരു ലോകത്തിന് മാതൃകയായി ഒരു ടൗൺഷിപ്പ് എങ്ങനെയാണ് ഉയർത്തുക എന്നുള്ള കാണാൻ വേണ്ടി നിങ്ങളേവരെയും വയനാടിൻ്റെ ഭൂമികയായ ഈ കൽപ്പറ്റയിലേക്ക്, ഈ ബൈപ്പാസ് റോഡിലേക്ക് എല്ലാവരും ക്ഷണിക്കുക. അപ്പം ക്ഷണിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും പ്രശ്നങ്ങളും പരാതികളും ഒക്കെ ഉണ്ടെങ്കിൽ, ഈ വീഡിയോ ചെയ്തപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമ്മൾ അവതരിപ്പിച്ചതിൻ്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കാം. അത് ഞങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കും. അത്രമാത്രമേ പറയാനുള്ളൂ. നല്ലത് കാണുക, നല്ലത് കേൾപ്പിക്കുക, നല്ലത് പറയുക എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ഒരു നല്ല സഹായം നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഓൾ.